Hi students, SLC IT model examile Inkscape bath എന്ന് വന്ന ക്വസ്റ്റ്യൻ നോക്കാം. Prepare a picture of an entrance gate in Inkscape software as shown in the model. Arrange the text Kerala State School Sports in curve shape. ഇപ്പോൾ ഇവിടെ അതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് വെക്റ്റ് ഗ്രാഫിക്സ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് ഫയലിൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിൽ ഈ പേജ് ബോർഡർ നമ്മൾ ഒഴിവാക്കുന്നു. ഷോ പേജ് ബോർഡർ എന്നുള്ളത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ഹാഫ് സർക്കിളാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഹാഫ് സർക്കിളാണ് ഡ്രോ ചെയ്യേണ്ടത്. അപ്പോൾ സർക്കിൾ എന്നുള്ള ടൂള് സെലക്ട് ചെയ്തു. നമുക്ക് വേണ്ട കളറ് ഇവിടെ തന്നിരിക്കുന്ന ഈ കളറ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു സർക്കിൾ ഡ്രോ ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഒരു സർക്കിളിനെ ഹാഫ് സർക്കിളാക്കി മാറ്റണം. അപ്പോൾ ഹാഫ് സർക്കിളാക്കി മാറ്റാനായിട്ട് തൊട്ട് മുകളിലായിട്ട് സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ കാണാം. ആ സ്റ്റാർട്ട് എന്നുള്ള ബോക്സിൽ നമ്മൾ 180 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ പ്രസ് ചെയ്താൽ ഇതൊരു ഹാഫ് സർക്കിളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഷേപ്പിൽ ആക്കി മാറ്റി ഇനി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ ഒന്നെങ്കിൽ റൈറ്റ് ക്ലിക്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം, ഇല്ലെങ്കിൽ ഇവിടെ എഡിറ്റിൽ പോയിട്ടും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഇനി ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. അതിനായിട്ട് റൈറ്റ് ക്ലിക്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു സർക്കിളും കൂടി വന്നിട്ടുണ്ട്. നമ്മൾ അതിന് വേറൊരു കളർ കൊടുക്കണം, വൈറ്റ്. അതിനുശേഷം നിങ്ങൾ കീബോർഡിലെ ഷിഫ്റ്റും കൺട്രോളും പ്രസ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ചെറുതാക്കുക. അപ്പോൾ കൃത്യമായിട്ട് ആ ഷേപ്പിൽ അത് ചെറുതാവുന്ന കാണാം. അപ്പം നമുക്ക് എങ്ങനെയാണോ അതിൻ്റെ പിന്നെ ഇത് വേണ്ടത് ആ രൂപത്തിലാക്കി മാറ്റാം കേട്ടോ. അപ്പം ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. കേരള സ്റ്റേറ്റ് സ്കൂൾ സ്പോർട്സ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. ഒരു യെല്ലോ കളറിലാണ് വേണ്ടത്. ക്യാപിറ്റൽ ലെറ്റർ ഓൺ ആക്കുന്നു. കേരള സ്റ്റേറ്റ് സ്കൂൾ സ്പോർട്സ് എന്ന് കൊടുത്തു. ഇനി അതൊരു യെല്ലോ ഇത് വേണമെങ്കിൽ ഒന്ന് ബോൾഡ് ആക്കാം. ഇവിടുന്ന് ബോൾഡ് ആക്കുന്നു. ഇനി വേണമെങ്കിൽ യെല്ലോ കളറും ആക്കി മാറ്റുക. അപ്പോൾ ഇതിനെ വേണ്ട സൈസിലാക്കി മാറ്റി. ഇനി നമ്മൾ ഈ ടെക്സ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതോടൊപ്പം ഈ പറയുന്ന ഇവിടെയുള്ള വൈറ്റ് സർക്കിൾ ഒന്ന് സെലക്ട് ചെയ്യുക. ഇനി ടെക്സ്റ്റിൽ പുട്ട് ഓൺ പാത്ത് എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ അത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വേണം ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് എങ്ങനെയാണോ നമുക്ക് വേണ്ടത് ആ രൂപത്തിലാക്കി മാറ്റാം. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെയായിട്ട് 2 സ്ക്വയർ വരയ്ക്കാനുണ്ട്. അപ്പോൾ അതിന് സ്ക്വയർ ടൂൾ എടുത്തു, ഒരു മെറൂൺ കളർ കൊടുത്തു. നമ്മളിവിടെ വേണ്ട രീതിയിലൂടെ ഡ്രോ ചെയ്യുന്നു. ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. ഇവിടുന്ന് റൈറ്റ് ക്ലിക്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. തന്നെ ഇവിടെയും കൊണ്ട് സെറ്റ് ചെയ്യുന്നു. ഇതാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി അത് സേവ് ചെയ്യണം. ഹോമിലെ exam 10 എന്ന ഫോൾഡറിൽ SVG ഫയലായിട്ടാണ് സേവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. സെലക്ട് ടൂൾ എടുത്തിട്ട് ഇതൊന്ന് ഗ്രൂപ്പ് ചെയ്യുന്നു. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുത്തു. അപ്പോൾ ഇത് നമ്മൾ സേവ് ചെയ്യുമ്പം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഗേറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഫയലിൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. ഇവിടെ റീസൈസ് പേജ് കണ്ടൻറ്റ് എന്നുള്ളിടത്ത് റീസൈസ് പേജ് ടു ഡ്രോയിങ് ഓർ സെലക്ഷൻ എന്നുള്ള കൊടുത്താൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് വരും. വേണമെങ്കിൽ നമുക്ക് ഈ ഷോ പേജ് ബോർഡർ ഒന്നും കൂടി ടിക്ക് കൊടുത്ത് നോക്കാം. ക്ലോസ് ചെയ്തു. ഇനി ഇത് കണ്ടോ, ഈ ബോർഡർ ഇപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു പിക്ചറിന് ചുറ്റുമാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മളിതൊന്ന് സേവ് ചെയ്യാണ്. ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ഹോം എടുക്കുക. exam 10 ഇവിടെ SVG എന്നുള്ളതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. _ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. 1.svg ഇവിടെ സേവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഫയലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പ്ലേസസിൽ ഹോം എടുക്കുന്നു. exam 10 നമ്മളിപ്പോൾ ചെയ്ത ഒരു ഫയൽ ഫുള്ളായിട്ട് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്പൺ ദ ഫയൽ badge.svg given in the exam documents folder in home using Inkscape software and create a badge design as shown in the model. Draw a circle in the middle of the given circle and adjust the size. Type the text School Sports 2025 and adjust it according to the circle in the middle.
export the image as the PNG file, give your register number underscore question number as file name and save to the exam 10 folder in home. ഇതിൻ്റെ മലയാളത്തിലെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ഒരു ഫയൽ നമുക്ക് തന്നിട്ടുണ്ട് badge.svg. അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ നടുക്കായിട്ടൊരു സർക്കിളും കൂടി നമ്മൾ ഡ്രോ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ അകത്ത് ടെക്സ്റ്റും കൂടി ടൈപ്പ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമ്മൾ ആ ഫയൽ ഓപ്പൺ ചെയ്യാണ് വേണ്ടത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹോമിൽ എക്സാം ഡോക്യുമെൻറ്റ്സിലുള്ള badge.svg ഫയൽ ഓപ്പൺ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഹോമിൽ എക്സാം ഡോക്യുമെൻറ്റ്സിൽ badge.svg എന്നുള്ള ഫയലാണ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞത്. അത് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ ഫയൽ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊരു സർക്കിളും കൂടി വരണം. അപ്പോൾ നമ്മൾ ഈ ഒരു സർക്കിളിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. റൈറ്റ് ക്ലിക്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്നു. ഇനി നമ്മൾ അതിന് വൈറ്റ് കളറാണ് കൊടുക്കേണ്ടത്. വൈറ്റ് കളർ കൊടുത്തു. അതിനുശേഷം കീബോർഡിലെ Ctrl+Shift കീ പ്രസ് ചെയ്തിട്ട് പതുക്കെ നമ്മളിതിനെ ചെറിയൊരു സൈസാക്കി മാറ്റുന്നു. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഒരു സൈസ് ചെറുതായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സൈസിലാണ് വേണ്ടത്. അത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ട ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. അതിന് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഇവിടെ നമുക്ക് വേണ്ട കളർ വൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ തൽക്കാലം സ്കൂൾ സ്പോർട്സ് ടൈപ്പ് ചെയ്യുന്നു. 2025 എന്നുണ്ട്. അതും കൂടി ടൈപ്പ് ചെയ്യുന്നു. 25 എന്ന് കൊടുത്തു. ഇനി ഇത് ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം. നമുക്ക് വേണ്ട സൈസിലാക്കി മാറ്റുക. അപ്പം നമുക്ക് ഈ വേണ്ട സൈസിലാക്കി മാറ്റിയിട്ട് ഇതിനെ സെലക്ട് ചെയ്തു. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഈ വൈറ്റ് സർക്കിൾ സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ ടെക്സ്റ്റിൽ പുട്ട് ഓൺ പാത്ത് എന്ന് കൊടുക്കുക. അപ്പോൾ ടെക്സ്റ്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റിനെ വൈറ്റ് കളറാക്കണം. കുറച്ച് ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഒന്ന് പുറത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക, വൈറ്റ് കൊടുക്കുക. അതോടൊപ്പം പതുക്കെ നമ്മളിവിടെ എസിൻ്റെ അവിടെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ സ്പേസ് ബാർ യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ട ഷേപ്പിൽ ആക്കി മാറ്റി. ഇനി ഇങ്ങനെ ആക്കി അതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് സൈസ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ നിന്ന് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പിക്ചർ കിട്ടിയതുപോലെ ഏതാണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തു. ഇനി നമ്മളിതിനെ സേവ് ചെയ്യണം. ഹോമിൽ exam 10 എന്ന ഫോൾഡറിൽ PNG ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മളിതിനെ ഗ്രൂപ്പ് ചെയ്യുന്നു. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കുന്നു. ഇനി ഇതിനെ സേവ് ചെയ്യാനായിട്ട് ഫയലിൽ എക്സ്പോർട്ട് PNG ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതെടുത്തു. അവിടെ ആദ്യം തന്നെ എക്സ്പോർട്ട് ആസ് എന്നുള്ളിടത്ത് നമ്മൾ ലൊക്കേഷൻ കൊടുക്കുക. ഹോമിൽ exam 10 കൊടുത്തു. രജിസ്റ്റർ നമ്പർ കൊടുക്കുകയാണ്. രജിസ്റ്റർ നമ്പർ കൊടുത്തു. അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ 1 കൊടുത്തു. എന്നിട്ട് സേവ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ ആ ഒരു ഫയൽ നെയിം ഇവിടെ വന്നു. ലൊക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ എക്സ്പോർട്ട് എന്ന് കൊടുക്കുന്നു. ക്ലോസ് വെൻ കംപ്ലീറ്റ് എന്നും കൊടുത്ത് എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫയൽ PNG ഫോർമാറ്റിൽ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Create an image as shown in the model using Inkscape software. Draw a circle to prepare the reflection of the sun and color it. Then blur it accordingly. Save the image as SVG file to exam 10 folder in home with your register number underscore question number as file name. അപ്പോൾ ഒരു സൂര്യൻ്റെ പ്രതിബിംബം വരയ്ക്കണം. അതിനായിട്ട് ഒരു വൃത്തം വരച്ച് നിറം നൽകിയിട്ട് ബ്ലർ കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പിക്ചർ ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഫയലിൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് എന്നുള്ളതിൽ ഷോ പേജ് ബോർഡർ എന്നുള്ളത് നമ്മൾ ഒഴിവാക്കുന്നു. അതിനുശേഷം ഒരു സ്ക്വയർ ഡ്രോ ചെയ്യാണ്. അപ്പോൾ അതിൽ വൈറ്റ് കളറിലാണ് ഉള്ളത്. ഇവിടെ തന്നിരിക്കുന്ന കളറ് ഒരു ബ്ലൂ ആണ്. അപ്പോൾ ആ ബ്ലൂ കളർ ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ നമ്മളിത് സ്ക്രോൾ ബാർ മൂവ് ചെയ്യിച്ചിട്ട് ഏതാണോ നമുക്ക് വേണ്ട കളർ അത് ഇവിടുന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു കളർ നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം മുകളിലൊരു സ്ക്വയറും കൂടി നമ്മൾ ഡ്രോ ചെയ്യുന്നു. ഒരു സ്ക്വയറും കൂടി ഡ്രോ ചെയ്യാണ്. അതിന് നമുക്ക് കൊടുക്കേണ്ട കളറ് റെഡും ഒരു യെല്ലോ ആണ്.
അതിനായിട്ട് ഇവിടെ ഒരു ലിനിയർ ഗ്രേഡിയൻറ്റ് കൊടുക്കുക. ഗ്രേഡിയൻ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു, ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് റെഡാണ്. അപ്പോൾ റെഡ് സ്ക്രോൾ ബാർ യൂസ് ചെയ്തിട്ട് നമ്മൾ റെഡ് എടുത്തു. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഒരു യെല്ലോ ആണ്. നമുക്ക് കുറച്ചും കൂടി ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് അത് സെറ്റ് ചെയ്യാം. നമുക്ക് പിക്ചർ തന്നതുപോലെ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു സർക്കിൾ നമ്മൾ ഡ്രോ ചെയ്യണം. അപ്പോൾ സർക്കിൾ ഡ്രോ ചെയ്യാനായിട്ട് ഒരു സർക്കിൾ ടൂൾ എടുത്തു, യെല്ലോ കളർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മളൊരു സർക്കിൾ ഡ്രോ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സ്ക്വയർ ഇതിൻ്റെ ഈ ഒരു സണ്ണിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്വയർ സെലക്ട് ചെയ്യുന്നു, ഒബ്ജക്റ്റിൽ റേസ് കൊടുക്കുക. ഒന്നും കൂടി ഒബ്ജക്റ്റിൽ റേസ് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു പിക്ചർ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. റൈറ്റ് ക്ലിക്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ആ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ സെറ്റ് ചെയ്യാണ്. ഇനി നമ്മളവിടെ ബ്ലർ എന്നുള്ള ഇത് കൊടുക്കുക. ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ബ്ലർ എന്നുള്ള ഓപ്ഷൻ എടുത്തു. നമ്മൾ പതുക്കെ ഇതൊന്ന് ബ്ലർ ചെയ്യുക. അപ്പോൾ അവിടെ തന്നതുപോലെ ബ്ലറാക്കി മാറ്റണം. അത് അതിൻ്റെ അകത്ത് തന്നതുപോലെ ഒരു പിക്ചർ ആക്കി മാറ്റുക അതിവിടെ. അപ്പം നമുക്ക് എത്ര വേണ്ട ആ രീതിയിൽ ബ്ലറാക്കി വെക്കാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇവിടുന്ന് സെലക്ട് ചെയ്ത് ഫുള്ളായിട്ട് ഗ്രൂപ്പ് ചെയ്യുക. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ചെയ്യുന്നു. ഇനി ഇതൊന്ന് സേവ് ചെയ്യണം. അതിനായിട്ട് ഫയലിൽ നമ്മളോട് സേവ് ചെയ്യാനാണ് പറഞ്ഞത്, SVG ഫോർമാറ്റിൽ സേവ് ചെയ്യാനാണ്. അപ്പോൾ ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഹോമിൽ exam10 നല്ല രജിസ്റ്റർ നമ്പർ കൊടുക്കുക. .svgയുടെ മുന്നിലായിട്ട് നല്ല രജിസ്റ്റർ നമ്പർ കൊടുക്കുക. _question number 1 കൊടുത്തു. സേവ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്രിയേറ്റ് ആൻ ഇമേജ് ആസ് ഷോൺ യൂസിങ് ഇങ്ക്സ്കേപ്പ്. ഗ്രൂപ്പ് ദ എൻറ്റയർ ഇമേജ്. അത് എന്നിട്ട് SVG ഫോർമാറ്റിൽ സേവ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനാണ് ഇനി അടുത്ത ചെയ്യുന്നത്. ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഫയൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിലെ ഷോ പേജ് ബോർഡർ ഒഴിവാക്കാണ്. ക്ലോസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ആദ്യം തന്നെ വേണ്ടത് ഒരു സ്ക്വയർ. അപ്പോൾ സ്ക്വയർ ഡ്രോ ചെയ്യുക. സ്ക്വയർ റെഡ് കളറിലാണ്. അപ്പോൾ റെഡ് കളറിലുള്ള ഒരു സ്ക്വയർ ഡ്രോ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഒരു വൈറ്റ് ബോർഡറുള്ള ഒരു സ്ക്വയറാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഇതിൻ്റെ എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നിട്ട് വൈറ്റ് കളർ കൊടുത്തു. എന്നിട്ട് Ctrl+Shift പ്രസ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് നമ്മൾ ചെറുതാക്കുന്നു. വേണ്ട രൂപത്തിലാക്കി മാറ്റി. ഇത് നമുക്ക് ഏത് രീതിയിലും ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് റെഡ് കളറുള്ള സ്ക്വയർ തന്നെ ആക്കിയിട്ട് അതിനൊരു വൈറ്റ് ബോർഡർ കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുന്നു. ഇവിടെ സ്ട്രോക്ക് പെയിൻ്റ് എന്നുള്ളിടത്ത് രണ്ടാമത്തെ ഓപ്ഷൻ ഫ്ലാറ്റ് കളർ എടുക്കുന്നു. അവിടെ ഒരു വൈറ്റ് എടുക്കുകയാണ്. വൈറ്റ് കളർ സെലക്ട് ചെയ്തു. അതിനുശേഷം സ്ട്രോക്ക് സ്റ്റൈലിൽ ഒരു 2 കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ബോർഡർ ഇവിടെ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചും കൂടി ഒരു 3 ആയിട്ട് കൊടുക്കാം. വിഡ്ത്ത് 3 എന്ന് കൊടുക്കാം. അപ്പം ഇങ്ങനെ ബോർഡർ വന്നിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ഇങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു സർക്കിൾ കൊടുക്കണം. വൈറ്റ് സർക്കിൾ, അതിനുള്ളിൽ 30 എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ സർക്കിൾ ടൂൾ എടുത്തു. വൈറ്റ് സർക്കിളാണ്. അപ്പോൾ വൈറ്റ് സർക്കിൾ ഇവിടെ ഡ്രോ ചെയ്യാം. അപ്പോൾ ഇവിടെ ബോർഡർ മാത്രമാണ് വന്നിരിക്കുന്നത്. ബോർഡറും അതിനുള്ളിൽ ഒരു റെഡ് കളറുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ബോർഡർ ഒഴിവാക്കണമെങ്കിൽ ഇവിടെ വെച്ച് പെട്ടെന്ന് ഒഴിവാക്കാനായിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഈ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് വൈറ്റ് കളർ കൊടുത്താൽ അത് മാത്രമായിട്ട് വരും. അപ്പോൾ നമ്മളിത് തിയറിക്ക് വരുന്ന ക്വസ്റ്റ്യനാണിത്. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇവിടെയുള്ള ഈ ഒരു X എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ആ ബോർഡർ കളയാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ വേണ്ട രീതിയിലാക്കി വെക്കുന്നു. ഇവിടെ ഇനി നമ്മൾ 30 എന്ന് ടൈപ്പ് ചെയ്യുന്നു. 30 എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാൻ ഇവിടുന്ന് എന്നിട്ട് വേണ്ട സൈസിലാക്കി മാറ്റുന്നു.
ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് താഴെ സ്പീഡ് ലിമിറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനായിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സ്പീഡ് ലിമിറ്റ് എന്ന് കൊടുക്കുന്നു. വൈറ്റ് കളർ കൊടുക്കുക, ബോൾഡാക്കുക, സൈസ് വലുതാക്കുക. ഐ എന്നുള്ളത് അവിടെ തന്നതുപോലെ സെറ്റാക്കി വെക്കുക. ഇപ്പോൾ പറഞ്ഞ പോലെ ഉള്ളൊരു പിക്ചർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനൊന്ന് ഗ്രൂപ്പ് ചെയ്യുന്നു. എല്ലാം കൂടി സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കുക. അതിനുശേഷം ഇതിനെ SVG ഫോർമാറ്റിൽ സേവ് ചെയ്യുക. ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ഹോമിൽ രജിസ്റ്റർ നമ്പർ എക്സാം 10 രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. _question number 1 കൊടുത്തു സേവ് കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതുപോലൊരു ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എല്ലാം ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ ഓപ്പൺ ചെയ്തു. ഇവിടെ ഫയലിൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിൽ പേജ് ബോർഡർ ഒഴിവാക്കുന്നു. ക്ലോസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഒരു സർക്കിൾ ഡ്രോ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒരു ബ്ലാക്ക് സർക്കിളും അതിനുള്ളിൽ വേണമെങ്കിൽ ഗ്രീൻ കളറിൽ ഉള്ളൊരു സർക്കിളും ഡ്രോ ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു ഗ്രീൻ കളർ സർക്കിളിന് ബോർഡറായിട്ട് ബ്ലാക്ക് കൊടുത്താലും മതി. അപ്പോൾ ഏത് മെത്തേഡിലും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സർക്കിൾ എടുത്തു. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു കളറ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഡ്രോ ചെയ്തിട്ട് ഫുൾ സർക്കിളായിട്ട് കിട്ടുന്നില്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള സർക്കിൾ ടൂള് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതേ കളറിലുള്ള ഒരു സർക്കിൾ ഇവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് വേണമെങ്കിൽ ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ ഒരു ബോർഡർ കൊടുക്കാം. സ്ട്രോക്ക് പെയിൻറ്റിൽ ഫ്ലാറ്റ് കളർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ എടുക്കുന്ന കളറ് ബ്ലാക്ക് ആണ്. അപ്പോൾ ബ്ലാക്ക് എടുത്തു. അതിന് ശേഷം വേണമെങ്കിൽ ഒരു 5 ആണ് ഓൾറെഡി ഉള്ളത്, ഒരു 7 ഒക്കെ കൊടുത്തു നോക്കാം. 10 12 ഒക്കെ കൊടുക്കാം. അപ്പം ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഒരു സർക്കിള് ബ്ലാക്ക് വരച്ചിട്ട് വേറെ സർക്കിള് ഈ കളറാക്കി വേറെ സർക്കിൾ വരച്ചാലും മതി. ഏത് രീതിയിലും ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിവിടെ ഒരു സ്ക്വയർ ഡ്രോ ചെയ്യുന്നു. ആ സ്ക്വയർ റെഡ് കളറിലൊരു സ്ക്വയർ ഡ്രോ ചെയ്യാം. അപ്പം അടുത്തതായിട്ട് ഒരു സ്ക്വയർ ഡ്രോ ചെയ്യാണ് റെഡ് കളറിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബോർഡർ കാണാം. അപ്പോൾ ഈ ബോർഡർ പെട്ടെന്ന് ഒഴിവാക്കാനായിട്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് ഇവിടെയുള്ള ഈ ഒരു ക്ലോസ് ബട്ടൺ ഒന്ന് നമ്മൾ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു ബോർഡർ ഒഴിവാക്കാൻ പറ്റും. റെഡ് കളർ കൊടുത്തു. റെഡ് കളറിൽ എങ്ങനെയാണോ പിക്ചറിലുള്ളത് അതുപോലെ നമ്മളിതിനെ ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു വൈറ്റ് സർക്കിൾ ഡ്രോ ചെയ്യുന്നു. പിക്ചറിൽ തന്നതുപോലെ വൈറ്റ് കളർ കൊടുത്ത് അവിടെ സെൻറ്ററിൽ വെക്കുന്നു. ആരോ കീ പ്രസ് ചെയ്തിട്ട് കൃത്യമായിട്ടത് അവിടെ സെറ്റ് ചെയ്യാം. അപ്പം അതത്രയാക്കി. ഇനി മുകളിലായിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ വെക്കുക. വീണ്ടും ഒരു സ്ക്വയർ മെറൂൺ കളറിൽ ഇവിടെ ഡ്രോ ചെയ്യാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് വേറെ സ്ക്വയറും കൂടി ഡ്രോ ചെയ്യുന്നു. ഇപ്പം ഏതാണ്ട് പിക്ചറിൽ തന്നതുപോലൊരു ഇമേജ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഫുള്ളായിട്ട് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ മൊത്തത്തിൽ സെലക്ട് ചെയ്തു ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കുന്നു. ഇനി ഇതിനെ സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. SVG ഫോർമാറ്റിലാണ് സേവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം ഒരു തവണ പറഞ്ഞിരുന്നു ഇത് ഫുള്ളായിട്ട് കിട്ടാനായിട്ട് നമ്മൾ ഒരു ഓപ്ഷൻ ചെയ്യാം. ഫയലിൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിൽ റീസൈസ് പേജ് കണ്ടൻറ്റ് എന്നുള്ളിടത്ത് റീസൈസ് പേജ് ടു ഡ്രോയിങ് ഓർ സെലക്ഷൻ എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ഇതിന് ചുറ്റുമായിട്ടാണ് ഇത് ബോർഡർ വരിക. ആണെങ്കിൽ നമുക്ക് താഴേക്ക് ഒരു പേജ് ബോർഡർ എന്നുള്ളത് കൊടുത്താൽ ഇതിന് ചുറ്റുമായിട്ടാണ് പേജ് ബോർഡർ വരിക. ക്ലോസ് ചെയ്യുന്നു. ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഇവിടെ ഹോമിൽ എക്സാം 10 എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്തു. ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. _question number 1 കൊടുത്തു
.svg അതവിടെ ഉണ്ടാവും. സേവ് എന്ന് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫയൽ സേവ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.